നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ വലിയ റോഡുകൾ, വിമാനത്താവളങ്ങൾ, ഫാക്ടറികൾ മാത്രം മതിയോ? അല്ല, രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് അവിടുത്തെ യുവജനങ്ങളാണ്. യുവജനങ്ങൾ ആരോഗ്യത്തോടെയും ലക്ഷ്യബോധത്തോടെയും വളർന്നാൽ മാത്രമേ വികസിത ഭാരതം യാഥാർത്ഥ്യമാവുകയുള്ളൂ. ഈ ചിന്തയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നശാ മുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ എന്ന രാജ്യവ്യാപക പ്രചരണം ആരംഭിച്ചത് ഈ പരിപാടി യുവാക്കളെ മയക്കുമരുന്നിൽ നിന്നും അകറ്റുകയും സമൂഹത്തെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇത് ഒരു ദിവസത്തെ പരിപാടിയല്ല, 100 ആഴ്ച നീളുന്ന ഒരു ദേശീയ ബോധവൽക്കരണ പ്രചാരണമാണ്. രാജ്യത്തുടനീളമുള്ള യുവാക്കളെ, വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, സന്നദ്ധ പ്രവർത്തകരെ, സാമൂഹിക സംഘടനകളെ ഒരുമിപ്പിച്ച് നശാമുക്ത ഭാരതം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നതെന്ന് നോക്കാം. മയക്കുമരുന്ന് ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ഒരു കുടുംബത്തെയും ബാധിക്കുന്നു. പഠനം നഷ്ടമാകാം, ആരോഗ്യം തകരാം, സ്വപ്നങ്ങൾ ഇല്ലാതാകും, സമൂഹത്തിനും ഇത് വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ടാണ് പ്രതിരോധവും ബോധവൽക്കരണവും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പ്രസ്ഥാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞത്, ശാരീരികവും മാനസികവും ആരോഗ്യവുമുള്ള യുവജനങ്ങളാണ് വികസിത ഭാരതത്തിൻ്റെ ശക്തി. മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ഒരുമിച്ച് യുവാക്കളെ ശരിയായ വഴിയിലേക്ക് നയിക്കണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. രാജ്യത്തെ യുവജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ, യുവജന പ്രതിജ്ഞ, ക്വിസ് മത്സരങ്ങൾ, കായിക പരിപാടികൾ, സാമൂഹിക മാധ്യമ ക്യാമ്പയിനുകൾ, യുവജന സംഘടനകളുടെ പങ്കാളിത്തം, ഇതെല്ലാം മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴിയും വിവിധ സ്ഥാപനങ്ങളുമായും ചേർന്ന് സംഘടിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ശരീരം, മനസ്സ്, സ്വപ്നങ്ങൾ ഇവയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. ഒരു നല്ല തീരുമാനം, ഒരു മയക്കുമരുന്ന് നിരസിക്കൽ, ഒരു ജീവിതം മാത്രമല്ല, ഒരു കുടുംബവും രക്ഷിക്കാം. വികസിത ഭാരതം എന്നത് വലിയ സമ്പത്ത് വ്യവസ്ഥ മാത്രമല്ല, ആരോഗ്യമുള്ള, ഉത്തരവാദിത്തമുള്ള, ലക്ഷ്യബോധമുള്ള യുവജനങ്ങളുള്ള ഇന്ത്യയാണ്. നശാമുക്ത് യുവ പ്രസ്ഥാനം ആ ദിശയിലേക്കുള്ള ഒരു ദേശീയ ആഹ്വാനമാണ്. ഈ സംരംഭം വിജയിക്കട്ടെ എന്നതാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ആഗ്രഹം. ജയ് ഹിന്ദ്. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.